അങ്ങനെ പറഞ്ഞ് സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാറായി. ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ചൊവ്വാഴ്ചയാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. മുന്നണികളേറെ പ്രതീക്ഷയിലുമാണ്. ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കടക്കാനിരുന്നപ്പോഴാണ് വലിയ 2 തീപിടുത്ത വിവരങ്ങൾ വരുന്നത്. ഗോവയിൽ നിശ ക്ലബ്ബിലുണ്ടായ തീപിടുത്തം 23 പേർ മരിച്ചതായാണ് അറിയുന്നത്. വാർത്തകളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വടക്കൻ ഗോവയിലെ അൽമോറയിലുള്ള ക്ലബ്ബിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന് കൊല്ലം കുരീപ്പുഴയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കായലിൽ കെട്ടി നിർത്തിയിരുന്ന 10ഓളം ബോട്ടുകൾ തീ പടർന്നു, അങ്ങനെ കത്തി നശിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒട്ടേറെ വാർത്തകളുള്ള ഒരു ദിവസമാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഒന്നാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ 7 ജില്ലകളിൽ പൊട്ടിക്കലാശം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നണികൾ നേരിടുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ. ഗോവയിലെ അർമോറ ക്ലബ്ബിൽ വൻ അഗ്നിബാധ. 3 വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 23 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഏറെയും ക്ലബ്ബിലെ ജീവനക്കാർ. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം കുരീപ്പുഴയിൽ തീപിടുത്തം. കായലിൽ കെട്ടി നിർത്തിയിരുന്ന 10ഓളം ബോട്ടുകൾ കത്തിനശിച്ചു. വിമാനയാത്രക്കാരെ വട്ടം ചുറ്റിച്ച ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരെ കടുത്ത നടപടിയെന്ന് സൂചന. വ്യോമയാന നിയമനങ്ങൾ ലംഘിക്കപ്പെട്ടെന്നും ആസൂത്രണത്തിലും ഉപയോഗത്തിലും വീഴ്ചയുണ്ടായെന്നും ചൂണ്ടിക്കാട്ടി സിഇഒയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഇന്ന് മറുപടി നൽകണം. ഇന്നും വിമാന സർവീസുകൾ റദ്ദാക്കും. നടിയെ ആക്രമിച്ച കേസിൽ വിധി നാളെ. പൾസർ സുനി, നടൻ ദിലീപ് എന്നിവരടക്കം 10 പ്രതികളും കോടതിയിൽ ഹാജരാകും. വിധി പറയുന്നത് 8 വർഷം നീണ്ട വിചാരണയ്ക്ക് ഒടുവിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിന് തോൽവി, ലിവർപൂളിന് സമനില. സണ്ടർലാൻഡിനെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ 3ാം ഏകദിനത്തിൽ സൂപ്പർ വിജയത്തോടെ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. കൊല്ലം കുരീപ്പുഴയിൽ ബോട്ടുകൾക്ക് തീ പിടിച്ചിരിക്കുന്നു. ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് തീ പിടിക്കാൻ കാരണമായത്. കുളച്ചൽ, പൂവാർ ഭാഗങ്ങളിൽ 9 ചെറിയ ബോട്ടുകളും 1 ഫൈബർ വള്ളവും കത്തിനശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സുധീഷ് ചേരുകയാണ്. സുധീഷ്, എന്താണ് അപകട കാരണം? എന്താണ് അറിയാനാവുന്നത്? പുലർച്ചെ 2 മണിയോടെയാണ് ഇത്തരത്തിൽ കൊല്ലം കുരീപ്പുഴ ഭാഗത്ത് കായലിൽ കെട്ടിയിട്ടിരുന്ന, അല്ലെങ്കിൽ കായലിൽ ഇങ്ങനെ നങ്കൂരമിട്ടിരുന്ന ഈ ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകളാണ്. ഈ ബോട്ടുകൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രാഥമികമായ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ, പാചകത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ബോട്ടുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടുക പതിവാണ്. അത്തരത്തിലുള്ള ഒരു 10ഓളം ബോട്ടുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ കായലിൽ കത്തി നശിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ബോട്ടുകളിലൊന്നും തന്നെ ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം കരുതാൻ. ഏതായാലും പൂർണ്ണമായും ഒരു 10ഓളം ബോട്ടുകൾ ഇത്തരത്തിൽ കത്തി നശിച്ചു. അതിലൊരു ഫൈബർ ബോട്ട് ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇവ മത്സ്യബന്ധനം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചിരിക്കുന്നതാണ്. തിരുവനന്തപുരം, തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ ബോട്ടുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ അപകടത്തിൽ കത്തി നശിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവിടെ പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്ത്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇത് പ്രാഥമികമായ ഒരു നിഗമനം അനുസരിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ തന്നെയാണ് ഈ ഒരു തീ പടർന്ന് പിടിക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ബോട്ടുകൾ കത്തിനശിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത്തരത്തിൽ ഒരു തീ പടരാനുണ്ടായ സാഹചര്യത്തിലേക്ക് എത്തിച്ചതാണോ എന്നുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ സംശയിക്കുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടർ ചേരുകയാണ്. സാർ, എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ? പ്രാഥമികമായി 10ഓളം ബോട്ടുകൾ കത്തിനശിച്ചിട്ടുണ്ട്. അതിൽ 9 ബോട്ടുകൾ തിരുവനന്തപുരം സ്വദേശികളുടെയാണ്. ഒരു ബോട്ട് നമ്മുടെ ഇവിടെ നീണ്ടകര സ്വദേശി ലോറൻസിൻ്റെയാണ്. അപ്പോൾ അവർ
ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ മത്സ്യബന്ധന പ്രവർത്തനങ്ങളെല്ലാം നിർത്തിയിട്ട് അവർ പോയിരിക്കുകയാണ്. രാത്രി 2 മണിയോട് അടുപ്പിച്ചാണ് തീ കണ്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ അവർ തീ പടരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തീ പിടിച്ച ബോട്ടുകൾ അണക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായി. പിന്നെ ഫയർ യൂണിറ്റ് പെട്ടെന്ന് തന്നെ എത്തി. ബാക്കിയുള്ള ബോട്ടുകളിലൊക്കെ നല്ല വേഗതയിൽ തീ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തീ അണക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ അവസാനമായിട്ട് ആ ബോട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇതിലെ നാശനഷ്ടം നമുക്ക് എങ്ങനെ നികത്താൻ കഴിയും? അത് സർക്കാർ സഹായം എന്തെങ്കിലും? അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനകളെല്ലാം പൂർത്തിയായിട്ട് ആദ്യം ഈ തീ അണച്ചതിന് ശേഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും പരിശോധനയും അന്വേഷണവും ഉണ്ടാകും. തുടർന്നാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് തീ ഇത്തരത്തിൽ വലിയ രീതിയിൽ പടരാനുണ്ടായ സാഹചര്യം എന്നാണല്ലേ? സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചായിരിക്കില്ല എന്നാണ് തോന്നുന്നത്. ഈ വലകളുണ്ട് ഇതിൽ. വലക്ക് തീ പിടിച്ച് ആ തീ അങ്ങ് പടർന്ന് കത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പടർന്ന് പിടിച്ചായിരിക്കാനാണ് സാധ്യത. 1-2 സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. ഈ മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന വലകളും മറ്റുമൊക്കെ ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വലകളും മറ്റുമൊക്കെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ തീ ഈ ബോട്ടുകളിലും മറ്റുമൊക്കെ പടരുന്നതുകൊണ്ട് തന്നെ ആ തീ അണയ്ക്കുക ഏറെ പ്രയാസമായിരുന്നു, ഏറെ ഒരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു ബോട്ടിൻ്റെ തീ പൂർണ്ണമായും കെടുത്തുന്നതിനുള്ളൊരു ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും മറ്റും നാട്ടുകാരും ചേർന്ന് നടത്തി വരുന്നത്. ഇനി അതുകൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഈ ബോട്ടുകളിലേക്ക് പടർന്ന തീ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ളവരൊക്കെ തന്നെ ഈ ഒരു ശബ്ദം കേട്ടാണ് ഇവർ പുലർച്ചെ ഉണർന്നു നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബോട്ടുകൾ കായലിൽ കത്തിയമരുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞ പോലെ ഇത് സ്വാഭാവികമായും ഒരു തീ പടരാനുണ്ടായ സാഹചര്യം എന്തെന്ന് വ്യക്തമല്ല. പക്ഷേ തീ പടർന്നതിന് ശേഷം ബോട്ടിലുണ്ടായിരുന്ന മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റുമൊക്കെ കത്തി നശിക്കുന്നു. ആ കത്തി നശിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ഫൈബർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തീ പടർന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അണയ്ക്കുക ബുദ്ധിമുട്ടാണ്. അത് വെള്ളത്തിലായാൽ പോലും വളരെ പ്രയാസമാണ് തീ പെട്ടെന്ന് അണയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി, അതായത് ഇത് കത്തി പടരുന്നതിൻ്റെ വ്യാപ്തി കൂടുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും നിരവധി ബോട്ടുകൾ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ കത്തി അമർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഫയർഫോഴ്സ് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. സുധീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റൊരു തീപിടുത്തമുണ്ടായത് ഗോവയിലാണ്. ഗോവയിൽ നിശ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 23 പേർ മരിച്ചിരിക്കുന്നു. വടക്കൻ ഗോവയിലെ അൽപോറയിലുള്ള ക്ലബ്ബിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. LPG സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. മരിച്ചവരിൽ കൂടുതൽ പേരും നൈറ്റ് ക്ലബ്ബിലെ ജീവനക്കാരാണ്. മരിച്ചവരിൽ 3-4 പേർ വിനോദസഞ്ചാരികളാണ്. അപകടത്തിൽ 3 പേർ പൊള്ളരിറ്റും മറ്റുള്ളവർ തീപിടുത്തത്തെ തുടർന്നുള്ള പുക മൂലം ശ്വാസം മുട്ടിയുമാണ് മരിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ബിർച്ച് ബൈ റോമിയോ ലെയ്ൻ എന്ന ക്ലബ്ബിൽ തീപിടുത്തം ഉണ്ടായത്. കഴിഞ്ഞ വർഷമാണ് ക്ലബ്ബ് പ്രവർത്തനം തുടങ്ങിയത്. ഗോവ മുഖ്യമന്ത്രി വിനോദ് സാവന്ത് ഉൾപ്പെടെയുള്ളവർ രാത്രി തന്നെ സ്ഥലത്ത് എത്തിയിരുന്നു. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ക്ലബ്ബ് പ്രവർത്തിച്ചതിന് നിശ ക്ലബ്ബ് നടത്തിപ്പുകാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ ഇന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 1ാം ഘട്ട പരസ്യപ്രചരണം അവസാനിക്കാറാകുമ്പോൾ 3 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ കത്തിക്കയറിയ വിഷയങ്ങൾ പ്രചാരണത്തിന് കൊഴുപ്പേകി. ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി LDFും സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി UDFും കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ എണ്ണിപ്പറഞ്ഞ് NDAയും കളം നിറഞ്ഞ് പോരാടിയ 1ാം ഘട്ടമാണ് കടന്നുപോകുന്നത്. വികസന നേട്ടങ്ങൾ ഓരോന്നായി അക്കമിട്ട് നിരത്തിയാണ് LDFിന്റെ പ്രചാരണം അവസാനിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ മാലിന്യമുക്ത കേരളം വരെ അവതരിപ്പിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയെന്ന അവകാശവാദം. സാമൂഹ്യക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനും ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി ജനകീയ സർക്കാർ എന്ന പ്രചാരണത്തിൽ ഊന്നിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം സർക്കാരിന്റെ വീഴ്ചകൾ ഓരോന്നായി തുറന്നുകാട്ടിയാണ് UDFും NDAയും വോട്ട് തേടുന്നത്. പ്രചാരണ കാലയളവിൽ തന്നെ N വാസുവും A പത്മകുമാറും ജയിലിലായത് പ്രതിപക്ഷത്തിന് വീണുകിട്ടിയ ഏറ്റവും വലിയ ആയുധമാണ്.
കിഫ്ബിയുടെ മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്ക് അയച്ച ED നോട്ടീസും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാന ലാപ്പിൽ UDFനെ പ്രതിരോധത്തിലാക്കി. പക്ഷേ അതിവേഗത്തിൽ കടുത്ത നടപടിയെടുത്ത് അതിനെ മറികടക്കാനായി എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടെങ്കിലും വോട്ടെടുപ്പിന്റെ രണ്ടാം ഘട്ടം അവസാനിക്കുന്നതുവരെയും CPM-ഉം BJP-യും ആയുധമാക്കുന്നു. സർക്കാരിന് നേരെ തുടർച്ചയായി ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. അതേസമയം കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ ഓരോന്നായി എണ്ണി നിരത്തിയാണ് BJP ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്നത്. ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷനും കൂടുതൽ മുനിസിപ്പാലിറ്റികളും തങ്ങൾക്ക് ലഭിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP. സ്ഥാനാർത്ഥികളെയും പരമാവധി പ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് റാലികളും റോഡ് ഷോകളും മൈക്ക് അനൗൺസ്മെന്റുകളും ജാഥകളും പ്രകടനങ്ങളുമായി അവസാന ലാപ്പിൽ കളം കൊഴിപ്പിക്കുകയാണ് മൂന്ന് മുന്നണികളും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒരു മാസക്കാലം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അവസാന ലാപ്പിലേക്ക്. 7 ജില്ലകളിലെ പ്രചരണത്തിന് ഇന്ന് കലാശക്കൊട്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലെ പരസ്യപ്രചാരണമാണ് അവസാനിക്കുന്നത്. ചൊവ്വാഴ്ച 1.32 കോടി ജനങ്ങൾ വിധിയെഴുതും. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം ചൊവ്വാഴ്ചയാണ് നമ്മളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ കലാശക്കൊട്ടാണ്. എന്താണ്, മുന്നണികളൊക്കെ ഇപ്പോഴും ഏറെ പ്രതീക്ഷയിലുമാണ്. എന്താണ് കൂട്ടിച്ചേർക്കാൻ? മായ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ തന്നെയാണ് അനന്തപുരിയുമുള്ളത്. 3 മുന്നണികളും ഒരുപോലെ കണ്ണുവെക്കുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ്. കോർപ്പറേഷൻ ആര് പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം. എന്തായാലും ഈ 3 മുന്നണികൾക്കും ഇത്തവണ ഈ ഇലക്ഷനിൽ ഒരുപാട് വജ്രായുധങ്ങൾ ലഭിച്ചിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മറ്റു പാർട്ടികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ആയുധമായിരുന്നു ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ CPM-നെതിരെ ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ BJP-യും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ശ്രമിച്ചത്. ആ സമയത്താണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ കോൺഗ്രസിന്റെ തന്നെ യുവ നേതാവായിരുന്ന പാലക്കാട് MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയരുന്നത്. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ ഈ കോൺഗ്രസ് നേതാക്കൾ നേരിട്ട ഏറ്റവും വലിയ ചോദ്യവും ഇത്തരത്തിലുള്ളതായിരുന്നു. എന്നാലും അവസാനം രാഹുലിനെതിരെ എടുത്ത മാതൃകാപരമായ നിലപാട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പിന്തുണയാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. BJP ഇത്തവണ കൂടുതൽ സീറ്റുകൾ പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ തിരുമല അനിലിന്റെ അടക്കമുള്ള ആത്മഹത്യ, കൗൺസിലറിന്റെ അടക്കമുള്ള ആത്മഹത്യ, ഈ RSS നേതാവിന്റെ ആത്മഹത്യ, ഇതെല്ലാം ഈ BJP-യെയും പ്രതിസന്ധിയിലാക്കുകയാണ്. കോർപ്പറേഷൻ ആര് പിടിക്കും? ഈ കോർപ്പറേഷനിൽ തന്നെ മേയർ സ്ഥാനാർത്ഥിയായും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായും ഒക്കെ 3 മുന്നണികളും പ്രമുഖരെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. അവരൊക്കെ വാർഡുകളിൽ വിജയം കൈവരിച്ച് വരാൻ വല്ലാതെ വിയർക്കുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇന്ന് കലാശക്കൊട്ടാണ്. ആവേശം നിറയുന്ന പോരാട്ടമാണ്. എന്തായാലും ഈ ചൊവ്വാഴ്ച ജനം ഈ വിധിയെഴുതും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ചൊവ്വാഴ്ച ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചൊവ്വാഴ്ചയാണ് മറ്റ് ജില്ലകളിൽ കലാശക്കൊട്ട് നടക്കുന്നത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ആവേശത്തിന് പൂർണ്ണമായും 3 മുന്നണികളും സജ്ജരാണ്. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. അവസാനവട്ട പ്രചാരണ പരിപാടികളുടെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളൊക്കെ. എറണാകുളം ജില്ലയിലെ 82 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 13 നഗരസഭകളിലേക്കും ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുമാണ് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കിരൺ ചേരുകയാണ്. കിരൺ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം അതിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ പരസ്യ പ്രചാരണത്തിന് അവസാനമാവുകയാണ്. മധ്യ കേരളത്തിലെ ഒരു അവസ്ഥ അത് എങ്ങനെയാണ്? മുന്നണികളൊക്കെ പ്രതീക്ഷയിലാണല്ലോ. കിരണിലേക്ക് വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. അവസാനവട്ട പ്രചാരണ പരിപാടികളുടെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. എറണാകുളം ജില്ലയിൽ മാത്രം 82 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 13 നഗരസഭകളിലേക്കും ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുമാണ് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കിരണിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റ് ചില തദ്ദേശ വാർത്തകളിലേക്ക്. കൊല്ലം കോർപ്പറേഷൻ കടപ്പാക്കട ഡിവിഷനിൽ ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇടതുകോട്ടയിൽ നിന്നും കഴിഞ്ഞ തവണ ഡിവിഷൻ പിടിച്ചെടുത്ത BJP-യും ഒരു പകരം വീട്ടലിനൊരുങ്ങി UDF-ഉം ഇടതുകോട്ട എന്ന പേര് തിരികെ സ്ഥാപിക്കാൻ LDF-ഉം രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. കഴിഞ്ഞ തവണ കൊല്ലം കോർപ്പറേഷനിൽ BJP നേടിയ 6 സീറ്റുകളിലൊന്ന് കടപ്പാക്കട ഡിവിഷനിലേതായിരുന്നു.
ഡിവിഷൻ നിലനിർത്താൻ BJP ഇത്തവണ കളത്തിലിറക്കിയത് പ്രവീൺ കുമാറിനെയാണ്. ഡിവിഷനിലെ വികസന തുടർച്ചയ്ക്കായി വോട്ട് ചോദിച്ചാണ് പ്രവീൺ കുമാർ വോട്ടർമാരെ സമീപിക്കുന്നത്. പണ്ടെങ്കും കാണാത്ത ഒരു ആവേശമാണെന്ന് BJP എന്ന് പറയുമ്പോൾ ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ചേട്ടനുമായിട്ട് വോട്ട് പിടിക്കാൻ പോയപ്പോൾ അന്ന് കണ്ട മുഖങ്ങളല്ല ഇന്ന് നമുക്ക് ഏത് വീട്ടിലും എന്ത് ആ വീട്ടിൽ അങ്ങ് അടുക്കള വരെ ചെന്ന് കയറി ചെല്ലാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയാണ് ഇന്ന് ഓരോ BJP പ്രവർത്തകനും അഭിമാനിക്കാൻ പറ്റുന്നത്. എന്നാൽ അത്ര ജനങ്ങളുമായിട്ട് ഇടപഴകി 55 ഡിവിഷൻ കൊല്ലം കോർപ്പറേഷനിൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് 55 ഡിവിഷനിലും അമൃത് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വാട്ടർ കണക്ഷൻ കൊടുത്തത് കടപ്പാട് ഡിവിഷനാണ്. നമുക്ക് എവിടെ അഭിമാനത്തോടെ പറയാം. അതിന് നമ്മൾ പ്രത്യേകം നമ്മുടെ മുൻ കൗൺസിലറിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു ഇടതിൻ്റെ കഴിഞ്ഞ തവണത്തെ നഷ്ടം. ചുവപ്പുകോട്ടയിൽ താമര വിരിഞ്ഞപ്പോൾ അത് വിമതശല്യം എന്ന വിലയിരുത്തലിലായിരുന്നു ഇടതുപക്ഷം. എന്നാൽ ഇത്തവണ CPI വിജുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഡിവിഷൻ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയമായി പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അത് പിന്നീട് വലുതാവുകയും കുറച്ച് നടപടികളിലേക്ക് പോവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരാജയപ്പെട്ടു. വളരെയേറെ ആത്മവിശ്വാസത്തോടെ പറയട്ടെ, ഞങ്ങൾ ഇപ്രാവശ്യം ഗംഭീര വിജയം നേടും. ജനങ്ങളെല്ലാം ഞങ്ങളോട് ഒറ്റക്കെട്ടാണ്. കഴിഞ്ഞ 5 വർഷം ഇവിടെ വളരെ കുറച്ച് വികസനം മാത്രമേ നടന്നുള്ളൂ. UDF ആകട്ടെ ചരിത്രം മാറ്റിയെഴുതാൻ അഡ്വക്കേറ്റ് A. സന്തോഷിനെയാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നത്. BJPയുടെയും ഇടതുപക്ഷത്തിന്റെയും വികസന പാളിച്ചകൾ അതിന് വഴിയൊരുക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. സർക്കാരിനെതിരായ ഒരു കാറ്റ് നന്നായി വീശുന്നുണ്ട്. അപ്പോൾ അത് വോട്ടുകളായി മാറും. കൂടാതെ എൻ്റെ പ്രദേശത്തുള്ള എന്നെ എല്ലാവർക്കും നേരിട്ടറിയാവുന്നതും എൻ്റെ ബാനറിൽ പോലും എൻ്റെ പോസ്റ്ററിൽ പോലും ഞാൻ നിറഭേദമില്ലാതെ ഒരു കാര്യം ഞാൻ കൗൺസിലറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നെൻ്റെ പോസ്റ്ററിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും എന്നോടൊപ്പം ഉണ്ട്. 3 മുന്നണികളും വാശിയോടെ പ്രചാരണ രംഗത്ത് നിറയുമ്പോൾ കടുത്ത മത്സരമാണ് കൊല്ലം കോർപ്പറേഷനിലെ ഒരു പ്രധാന ഡിവിഷനായ കടപ്പാക്കടയിലേത്. അമൃത ന്യൂസ്, കൊല്ലം. മധ്യകേരളത്തിലെ വിവരങ്ങളുമൊക്കെയായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി കിരൺ ചേരുകയാണ്. കിരൺ, 1ാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണത്തിന് സമാപനമാണല്ലോ ഇന്നിപ്പോൾ. പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ചൊവ്വാഴ്ച. കൊച്ചിയിൽ നിന്ന് ഉള്ള വിവരങ്ങൾ അതെങ്ങനെയാണ്? മുന്നണികളൊക്കെ ഏറെ പ്രതീക്ഷയിലല്ലേ? മായ 82 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 13 മുനിസിപ്പാലിറ്റികളിലേക്കും ഒരു നഗരസഭ. ഇതാണ് എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ. ഏതായാലും ഈ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇനി മറ്റന്നാൾ വിധിയെഴുത്തുണ്ടാകുന്നത്. ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ്. രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുന്നു ഉള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ സ്ഥാനാർത്ഥികളാരും തന്നെ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം സജീവമായിക്കൊണ്ട് പ്രചരണ പരിപാടികളുമായി രംഗത്തേക്ക് ഇറങ്ങും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, ഈ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വൈകിട്ടോടുകൂടി നഗരത്തിലെ പല സ്ഥലങ്ങളിലും കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കൊച്ചി നഗരത്തിൽ നടക്കുന്ന പരിപാടികൾ തന്നെയാണ്. പല ഡിവിഷനുകളിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇന്ന് കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൊച്ചി നഗരസഭയുടെ കാര്യങ്ങൾ തന്നെയാണ്. നഗരസഭയുടെ ഭരണം ഇത്തവണ ആര് നേടും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ട് ഉയരുന്നത്. നഗരസഭ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ നഗരസഭ രൂപീകരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിട്ടുള്ളത് UDF ആണ്. എന്നാൽ കഴിഞ്ഞ തവണ LDF ഭരണസമിതിയിലുണ്ടായിരുന്നു. LDFിൻ്റെ ഭരണ തുടർച്ച ഇത്തവണയും ഉണ്ടാകും എന്നുള്ളൊരു പ്രഖ്യാപനത്തോടു കൂടി തന്നെയാണ് LDF പ്രചരണ പരിപാടികളുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ മികച്ച പല നേട്ടങ്ങളും LDFന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വനിതകൾക്ക് വേണ്ടി ആരംഭിച്ച ഷീൽ ലോഡ്ജ്, കൂടാതെ വിശപ്പ് രഹിത കൊച്ചി എന്ന പ്രഖ്യാപനവുമായി നടത്തിയിട്ടുള്ള സമൃദ്ധി ഹോട്ടലുകൾ, ഇതൊക്കെയെല്ലാം തന്നെ വലിയ രീതിയിൽ നഗരസഭയിൽ LDFിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും എന്നുള്ളൊരു കാര്യമാണ് LDF വിശ്വസിക്കുന്നത്. ഏതായാലും LDF നിലവിലിപ്പോൾ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ പോലും വലിയ രീതിയിൽ തന്നെയുള്ള പ്രചരണ പരിപാടികളുമായിട്ട് LDF മുന്നിലുണ്ട്. കൂടാതെ തന്നെ ഭരണം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ UDF ആരംഭിച്ചിട്ടുള്ള പല പദ്ധതികളുടെയും
തുടർച്ച മാത്രമായിരുന്നു കഴിഞ്ഞ കാലത്ത് LDF നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് UDF മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ ഈ LDFിൻ്റെ കാലഘട്ടത്തിൽ അവർ പ്രധാനമായിട്ടും ഉയർത്തി കാണിച്ചിട്ടുള്ള ഭവനരഹിതർക്കായിട്ട് ഫോർട്ട് കൊച്ചി തുരുത്തിൽ ആരംഭിച്ചിട്ടുള്ള പാർപ്പിട സമുച്ചയങ്ങളുണ്ട്. ഈ പാർപ്പിട സമുച്ചയങ്ങളുടെ പദ്ധതി, ഈ ഫ്ലാറ്റുകളുടെ പദ്ധതി ആരംഭിച്ചത് UDFിൻ്റെ ഭരണസമിതിയുടെ കാലത്താണ് എന്നുള്ളൊരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് UDF രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും വലിയൊരു ആവേശകരമായിട്ടുള്ള മത്സരം തന്നെയാണ് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ഇത്തവണ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 11 ദിവസമായിട്ടും കണ്ടെത്താനാവാതെ പോലീസ്. ബലാത്സംഗ കേസ് പ്രതിയായ രാഹുലിനെ കൊടുക്കാൻ പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, രാഹുൽ ഒളിവിലാണ്, 11 ദിവസമായിരിക്കുകയാണ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഒരു അന്വേഷണ സംഘം ഉണ്ടായിരുന്നു, പക്ഷേ ആ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ വരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും മായ സൂചിപ്പിച്ചതുപോലെ തന്നെ 11 ദിവസമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇത്തരത്തിൽ ഈ ലൈംഗിക പീഡന പരാതി ഉയർന്നതോടെ ഒളിവിൽ പോയിട്ട് അതിനെതിരെ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ശക്തമായിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളുമാണ് ഉയരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആദ്യമുണ്ടായിരുന്ന അന്വേഷണ സംഘത്തെ മാറ്റി പുതിയൊരു സംഘത്തെ കൊണ്ടുവരുന്നത്. കാരണം കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ആരൊക്കെയോ ചോർത്തി നൽകുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ നിന്നും മുങ്ങുന്നു, പൊള്ളാച്ചിയിലെത്തുന്നു, അവിടെ നിന്നും തമിഴ്നാട് കർണാടക അതിർത്തി വഴി ബാംഗ്ലൂരിലെത്തുന്നു, പിന്നീട് ബാംഗ്ലൂരിലെത്തുന്നു. ഈ ബാംഗ്ലൂരിലെ ഒളിസങ്കേതത്തിലടക്കം പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്നും മുങ്ങുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ രക്ഷപ്പെടുന്നത് കൃത്യമായി ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് കൊണ്ടാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസുമുള്ളത്. അങ്ങനെയാണ് പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തെ ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ അറസ്റ്റ് തൽക്കാലം 15-ാം തീയതി വരെ തടഞ്ഞിട്ടുണ്ട്. അതേസമയം രണ്ടാമത്തെ കേസിൽ ലൈംഗിക പീഡന പരാതി ആരോപിച്ച് കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു 23-കാരി രംഗത്ത് വന്നിരുന്നു. ആ കുട്ടിയുടെ മൊഴി എടുക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുന്നത്. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ വിധി നാളെ വരും. നടി ആക്രമിക്കപ്പെട്ടതിന് 8 വർഷത്തിന് ശേഷമാണ് വിധി പ്രഖ്യാപനം വരാൻ പോകുന്നത്. കേസിൽ പൾസർ സുനി, നടൻ ദിലീപ് എന്നിവരടക്കം 9 പ്രതികളാണ് ഉള്ളത്. 2024 ഡിസംബർ 11-നാണ് കേസിൽ അന്തിമവാദം ആരംഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി വരാൻ പോകുന്നു. 8 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും കാത്തിരിക്കുകയാണ് എങ്ങനെയായിരിക്കും വിധിയെന്ന്. മായ, 2017 ഫെബ്രുവരി 17-ാം തീയതി രാത്രിയായിരുന്നു കൊച്ചി നഗരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത്. മലയാളികളെ വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അന്ന് രാത്രി നടന്നിരുന്നത്. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് അടക്കമുള്ള പ്രമുഖർ പിടിയിലാകുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെയായിരുന്നു ഈ നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ മാർട്ടിനെ പിടിയിലാവുന്നത്. പിന്നീട് ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയിലേക്ക് അറസ്റ്റ് നീളുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പൾസർ സുനിയും കൂടെ ഉള്ള മറ്റൊരാളും കൂടി കോടതിയിൽ ഹാജരാകാൻ എത്തുന്ന സമയത്തായിരുന്നു ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് പിടികൂടുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ കോലിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് നടി ആക്രമിച്ച കേസ്. 8 വർഷം നീണ്ട വിചാരണകൾക്കൊടുവിലാണ് ഈ കേസിൻ്റെ വിധി പ്രഖ്യാപനം ഇനി നാളെ ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഈ വിചാരണ വേളയിലെല്ലാം തന്നെ വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾ ഉയർന്നിരുന്നൊരു കേസായിരുന്നു. ഈ കേസിൻ്റെ ഒപ്പം തന്നെ മറ്റ് അനുബന്ധമായിട്ടുള്ള കേസുകൾ കൂടി ഉണ്ടായി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു മറ്റ് കാര്യങ്ങൾ തന്നെയായിരുന്നു. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഈ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡിൻ്റെ ലീക്കായതുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ. കൂടാതെ ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുള്ള ഈ ആവശ്യം ഉന്നയിക്കുക തുടങ്ങി നിരവധി കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ചില വിവാദങ്ങൾക്കിടയിലൂടെ തന്നെയായിരുന്നു കഴിഞ്ഞ 8 വർഷം കടന്നുപോയത്. ഏതായാലും പൾസർ സുനിയുടെ ഒരു കത്തുമായി ബന്ധപ്പെട്ടായിരുന്നു നടൻ ദിലീപിലേക്കടക്കം
അന്വേഷണം എത്തിയത്. ദിലീപിന് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും 80 ദിവസത്തിലധികം ദിലീപിനെ ജയിലിൽ കഴിയേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും ദിലീപ് നൽകിയിട്ടുള്ള കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പൾസർ സുനി നടിയെ ആക്രമിക്കുകയും പിന്നീട് അപകീർത്തികരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയത് എന്നായിരുന്നു ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കേസ് ഇതിൻ്റെ വിധി പറയാനായിട്ട് നാളത്തേക്ക് വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കേസിലെ 3ാം പ്രതിയായിട്ടുള്ള മണികണ്ഠൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചത്. ഇയാൾ മദ്യലഹരിയിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയും പിന്നീട് ഇയാളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഏതായാലും ഏവരും കാത്തിരുന്ന വിധി അത് നാളെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മായ കിരണാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിലെ വിധി നാളെ വരാനിരിക്കുകയാണ്. നടിയെ ആക്രമിക്കപ്പെട്ടതിന് 8 വർഷത്തിന് ശേഷമാണ് വിധി പ്രഖ്യാപനം വരാൻ പോകുന്നത്. മറ്റു വാർത്തയിലേക്ക്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ സംസാരിച്ചതിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി അമ്മയുടെ ആശയങ്ങളിലൂടെയുള്ള വിവിധ മത്സരങ്ങൾ നടന്നു. കേരളത്തിൽ ഉടനീളം 400ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 4000ഓളം വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. ഒരു ലോകം ഒരു ഹൃദയം എന്ന ലോകനന്മ ലക്ഷ്യമിട്ടുള്ള അമ്മയുടെ കാഴ്ചപ്പാടിലൂടെ പുതുതലമുറയെ വളർത്തിയെടുക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്തിന്റെ വെളിച്ചമായ അമ്മയുടെ അതിമനോഹരമായ ഒരു സങ്കല്പം, ഒരു ലോകം ഒരു ഹൃദയം. ഈ ആശയം ഒരു വിത്തായി പാകി മുളപ്പിക്കുകയാണ് അമൃത വിശ്വവിദ്യാപീഠം. ഇതൊരു മഹാവൃക്ഷമായി വളർന്ന് ലോകത്തിനാകെ തണൽ വിരിക്കും. പുതുതലമുറയിലൂടെ അമ്മയുടെ ആശയങ്ങൾ വ്യക്തിത്വ വികസനത്തിനും ഒപ്പം ലോക നന്മയ്ക്കും വെളിച്ചത്തിന്റെ പാത തുറന്നു നൽകും. അമ്മയുടെ ആശയങ്ങൾ വരകളിലൂടെയും വാക്കുകളിലൂടെയും ചോദ്യോത്തരങ്ങളിലൂടെയും വിസ്മയങ്ങൾ തീർക്കുന്നതായിരുന്നു വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ മത്സരങ്ങൾ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആ ടോപ്പിക് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു ലോകം ഒരു ഹൃദയം, നമ്മളെ ഹൃദയങ്ങളൊക്കെ യുണൈറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ആ ആഡ് തന്നെയായാലും അത് എക്സ്പ്രസ് ചെയ്ത രീതിയൊക്കെ വളരെ കൺവിൻസിങ് ആയിരുന്നു. വളരെ സന്തോഷം, നമുക്കെല്ലാം അഭിമാനമാണ്. അന്ന് അങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നതും അത് മലയാളത്തിൽ ഇങ്ങനെ പ്രസംഗം നടത്തണം, അതൊക്കെ ഞങ്ങൾക്കൊരു വലിയ അഭിമാനവും സന്തോഷമൊക്കെ ഉള്ളൊരു കാര്യമാണ്. മലയാളത്തിൽ പ്രസംഗിച്ചു, അത് ലോകം മുഴുവൻ അറിഞ്ഞു എന്നുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വേദി ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലോകം ഒരു ഹൃദയം എന്നുള്ളൊരു വേദി ഞങ്ങൾക്ക് ചിത്രരചനയിലൂടെ ഇപ്പോൾ ഉപന്യാസം അങ്ങനെ പല പ്രോഗ്രാമുണ്ട്. ഇങ്ങനെ ഒരു മത്സര ഇനം കൂടെ ഇതിൽ പങ്കെടുത്ത് ഞങ്ങൾക്കതിൽ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. ചിത്രരചന, ഉപന്യാസം, ക്വിസ് എന്നിങ്ങനെ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് അമൃത വിശ്വവിദ്യാപീഠം മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ 23 കേന്ദ്രങ്ങളിലായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടന്നു. നമ്മൾക്ക് ഒരു ലോകമേ ഉള്ളൂ. ആ ഒരു ലോകത്തിന് വേണ്ടി ഒരുമയോടെ ചിന്തിക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ ആശയം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ലെവൽ കോമ്പറ്റീഷനാണ് ഇന്ന് നടക്കുന്നത്. 1000-ൽ പരം കുട്ടികൾ 2 വിഭാഗത്തിലേക്കായിട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവബോധം ജനിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു പ്രോഗ്രാം യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒരൊറ്റ ലോകമാണ്. ഒരൊറ്റ ഹൃദയത്തോടെ ലോകത്തെ കാണാൻ നമുക്ക് സാധിക്കണം. ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളാകുന്നവർ ജാനുവരി 12-ന് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരങ്ങളിലേക്ക് യോഗ്യത നേടും. വിജയികളാകുന്നവർക്ക് 15 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങളാണ് ലഭിക്കുക. വിദ്യാർത്ഥികൾക്കായുള്ള മത്സരങ്ങൾക്ക് പുറമെ പ്രദർശനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ്
ഇതിന്റെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം സംഘടിപ്പിച്ചിരിക്കുന്നത്. മത്സരം എന്നതിലുപരി നമ്മുടെ ഭൂമിയുടെ നല്ല ഭാവിയെക്കുറിച്ച് ആലോചിക്കാനും അതുകൂടാതെ ഏവരും ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ആ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾ വരയ്ക്കട്ടെ, എഴുതട്ടെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊല്ലം. അഖില കേരള ധീവരസഭയുടെ സ്ഥാപക പ്രസിഡന്റ് കെ ഭാസ്കരനായി സ്മൃതി മണ്ഡപം ഉയർന്നു. കൊല്ലം ജില്ലയിലെ ആലപ്പാടുള്ള കെ ഭാസ്കറിന്റെ ജന്മഗൃഹത്തോട് ചേർന്നാണ് സ്മൃതി മണ്ഡപം ഒരുക്കുന്നത്. കൊല്ലം ജില്ലയിലെ ആലപ്പാട് ചെറിയഴീക്കലിലാണ് ധീവരസഭയുടെ സ്ഥാപക പ്രസിഡന്റിനായി സ്മൃതി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. കറുകയിൽ തറവാട്ടിൽ കൃഷ്ണശിലയിൽ തീർത്ത സ്മൃതി മണ്ഡപത്തിന്റെ സമർപ്പണം ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് MB വാരിജാക്ഷനും ജനറൽ സെക്രട്ടറി V ദിനകരനും ചേർന്ന് നിർവഹിച്ചു. കെ ഭാസ്കരൻ ജയന്തി ആഘോഷങ്ങൾക്ക് അമൃതാനന്ദമയി മഠം സ്വാമി സൂക്ഷ്മാമൃത ചൈതന്യ ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു. ഭാസ്കരൻ സാറിനെ പോലെയുള്ള മഹത് വ്യക്തികൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇത്രയും കാഴ്ചപ്പാടുകളോടെ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആ മനുഷ്യനോട് അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നു. എൻ്റെ ഗുരുവായ അമ്മ പറയും, മനുഷ്യരിൽ എല്ലാവരിലും നല്ല കഴിവുകളുണ്ട്, പക്ഷേ അത് എത്രമാത്രം ഉപയോഗിക്കുന്നു ഉണ്ട് എന്നുള്ളതിനാണ് കാര്യം. നമുക്കൊക്കെ കിട്ടുന്ന അവസരങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ ആ സൊസൈറ്റി, ആ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ജനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയാലും നമ്മളെക്കുറിച്ച് ഓർക്കുകയുള്ളൂ. ധീവരസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് US ബാലൻ അധ്യക്ഷനായ ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, CR മഹേഷ് MLA, ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ്, ധീവരസഭയുടെ വിവിധ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്മൃതി മണ്ഡപത്തിന്റെ ശില്പി TN സദാശിവനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കവാട ശിലാസ്ഥാപനം IRE ജനറൽ മാനേജർ AS അജിത് നിർവഹിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. സ്വാമിയേ ശബരിമലയിൽ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇന്ന് സുരക്ഷാ ക്രമീകരണങ്ങളിൽ ചെറിയ അയവ് വരുത്തിയിട്ടുണ്ട്. ഭക്തർക്ക് നേരിട്ട് നെയ്യഭിഷേകം ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. ശബരിമലയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി MM രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഇന്നിപ്പോൾ സന്നിധാനത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? തിരക്ക് കുറവാണല്ലേ? തിരക്ക് കുറവാണ് എന്ന് തന്നെ പറയാം. ഞായറാഴ്ച പൊതുവെ തിരക്കുണ്ടാകുമെന്നാണ് പറയാറ്. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ചയും ഇത്തരത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഇന്നലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഭക്തർക്ക് നേരിട്ട് നെയ്യഭിഷേകം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഭക്തർക്ക് മറ്റൊരു കൗണ്ടറിലൂടെ നെയ്യഭിഷേകം നടത്തിയ നെയ്യ് പ്രസാദമായി സ്വീകരിച്ച് അവർ കൊണ്ടുവന്ന നെയ്യ് കൈമാറ്റം ചെയ്യുന്നതിനുള്ള അവസരം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡിസംബർ 6 പ്രമാണിച്ചാണ് വലിയ സുരക്ഷ ശബരിമലയിൽ ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ മാളികപ്പുറത്ത് പട്ട് വിരിക്കുന്ന ചടങ്ങ്, നാളികേരം ഉരുട്ടുന്ന ചടങ്ങ് എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല. രാവിലെ 3 മണി മുതൽ ആരംഭിച്ചിട്ടുള്ള ദർശനം ഏകദേശം മുന്നോട്ട് പോകുമ്പോൾ 25,000-ഓളം ഭക്തർ ഇതിനകം തന്നെ ദർശനം നടത്തി എന്നുള്ളതാണ് കണക്ക്. ഇന്നലെ ഏകദേശം 80,000-ഓളം പേരാണ് ദർശനം നടത്തി മടങ്ങിയിട്ടുള്ളതുമായ. രാകേഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങി കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിരിക്കുന്നു. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സിനെ പുറത്താക്കുന്നത് ഉൾപ്പെടെ വ്യോമയാന മന്ത്രാലയം പരിഗണിക്കുന്നുണ്ട്. പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ വിമാന കമ്പനി പരാജയപ്പെട്ടുവെന്നും കൃത്യമായ ആസൂത്രണം ഉണ്ടായില്ല എന്നും വ്യോമയാന മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നു. അതേസമയം ഇന്നുകൊണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകുമെന്നാണ് ഇൻഡിഗോ അവകാശപ്പെടുന്നത്. 95% പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്നും ഇൻഡിഗോ പറയുന്നുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ കടുവ സെൻസസിനിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കാളിമുത്തുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. കുടുംബത്തിനുള്ള ആദ്യഘട്ട ധനസഹായം ഇന്ന് തന്നെ കൈമാറുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സെൻസസിനിടെ കാട്ടാന ആക്രമണത്തിനെത്തിയതോടെ കാളിമുത്തുവും കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും ഓടി മാറിയിരുന്നു. കൂടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചതിനെ തുടർന്ന് RRT നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുള്ളി വനമേഖലയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതൂരിൽ കഴിഞ്ഞ ദിവസം 5-അംഗ വനപാലക സംഘം കാട്ടിൽ കുടുങ്ങിയിരുന്നു. ഇതേ മേഖലയിലാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം നടന്നത്.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഞെട്ടിക്കുന്ന ജയവുമായി ആസ്റ്റൺ വില്ല. ലീഗ് ടോപ്പേഴ്സായ ആഴ്സണലിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. 90 മിനിറ്റിലധികം നീണ്ട ആവേശ പോരാട്ടത്തിനൊടുവിൽ ഇഞ്ചുറി ടൈമിൽ ഉണ്ടായ ഗോളാണ് ആസ്റ്റൺ വില്ലയ്ക്ക് വിജയം സമ്മാനിച്ചത്. മറ്റൊരു മത്സരത്തിൽ ലീഡ്സ് യുണൈറ്റഡും ലിവർപൂളും തമ്മിലുള്ള മത്സരം 3-3 എന്ന ആവേശകരമായ സമനിലയിൽ പിരിഞ്ഞു. ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ സണ്ടർലാൻഡിനെ 3-0 തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് മുന്നേറി. നിലവിൽ 31 പോയിന്റുള്ള സിറ്റി 1ാം സ്ഥാനത്തുള്ള ആഴ്സണലിനേക്കാൾ 2 പോയിന്റ് മാത്രമാണ് പിന്നിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3ാം ഏകദിനത്തിൽ സൂപ്പർ വിജയത്തോടെ പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 9 വിക്കറ്റിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. ജയ്സ്വാളിൻ്റെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യയുടെ വിജയം. രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറിയും ഇന്ത്യൻ ഇന്നിംഗ്സിന് തുണയായി. 271 റൺസ് എന്ന വിജയലക്ഷ്യം 1 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ പൂർത്തിയാക്കിയത്. യശസ്വി ജയ്സ്വാളിൻ്റെ കന്നി ഏകദിന സെഞ്ചുറി കൂടിയാണ് ഇത്. 121 പന്തിൽ 116 റൺസ് അടിച്ച് ജയ്സ്വാളും 45 പന്തിൽ 65 നേടി കോഹ്ലിയും പുറത്താകാതെ നിന്നു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 270 റൺസിന് എല്ലാവരും പുറത്തായിരുന്നു. സെഞ്ചുറി നേടിയ ഡീകോക്ക് ആണ് ദക്ഷിണാഫ്രിക്കൻ നിലയിലെ ടോപ്പ് സ്കോറർ. ഇന്ത്യക്ക് വേണ്ടി പ്രസിദ്ധ് കൃഷ്ണയും കുൽദീപ് യാദവും 4 വിക്കറ്റ് വീതം നേടി.